എല്ലാ വ്യൂസിനും മൈ സ്കൂട്ടർ വേൾഡിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2024 മോഡൽ ബജാജ് പൾസർ NS200ൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫുൾ ഡിജിറ്റൽ മീറ്റർ LED ഹെഡ്ലൈറ്റ്സ് വരുന്ന ലേറ്റസ്റ്റ് മോഡലിൻ്റെ റൈഡ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂസുമാർക്കും അത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. ഈ റൈഡ് റിവ്യൂ എടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് നോർത്ത് പറവൂർ JKB ബജാജിൻ്റെ ഷോറൂമാണ്. അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. NS200 ലേറ്റസ്റ്റ് മോഡൽ, NS160 ലേറ്റസ്റ്റ് മോഡൽ എല്ലാം നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട്. ബജാജിൻ്റെ വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും JKB ബജാജിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് റേറ്റ് എടുത്തിട്ട് മാത്രം നിങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ അന്വേഷിക്കുക. അപ്പോൾ നമ്മളിനി വേറെ താമസം കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് നേരെ ഹെൽമെറ്റ് വെച്ച് ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ട് നേരെ നമുക്ക് വണ്ടിയുടെ മുകളിലേക്ക് കയറാം. ഫുൾ ഡിജിറ്റൽ മീറ്റർ വന്ന മോഡലാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടിയുടെ ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. എഞ്ചിൻ കില്ലാണ്, ഇപ്പോൾ എഞ്ചിൻ ഓൺ ആക്കിയിട്ടില്ല. എഞ്ചിൻ കിൽ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇവിടെ മാറത്തുള്ളൂ. ഫ്യൂൽ പമ്പ് ഓൺ ആവുന്ന സൗണ്ടാണ് ഈ മൂളക്കം പോലെ കേൾക്കുന്നത്. വണ്ടി ന്യൂട്രൽ ഗിയറിലാണ്. ഇതാണ് മീറ്റർ കൺസോൾ. ഇതിപ്പോൾ സ്മാർട്ട് കണക്റ്റിൻ്റെ കണക്ഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്പീഡോമീറ്റർ വരും, ABSൻ്റെ ഇത് കാണിക്കുന്നുണ്ട്, ടോട്ടൽ കിലോമീറ്റർ, ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, ഫ്യൂൽ ഗേജ്, ഇൻസ്റ്റൻറ്റ് ഫ്യൂൽ എക്കോണമി. പിന്നെ ഈ സൈഡിൽ വരികയാണെങ്കിൽ മെനു ടോഗിൾ ചെയ്യാനുള്ള ഇൻഡിക്കേറ്റർ, ഹോണ്, എൻജിൻ ഓൺ ഓഫ്. ഇത് ഹെഡ്ലൈറ്റിൻ്റെ ബട്ടണാണ്, സെൽഫ് സ്റ്റാർട്ട്. ഏത് വണ്ടി, ആരുടെ വണ്ടി ഓടിക്കുന്നതിനും മുമ്പായാലും മിററൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കറക്റ്റ് ബാക്കിൽ വന്ന വണ്ടികൾ ഒക്കെ കാണുന്ന രീതിയിലൊന്ന് സെറ്റാക്കി വെച്ചിട്ട് മാത്രം വണ്ടി എടുക്കാൻ ശ്രമിക്കുക. ഹെൽമെറ്റ് എന്തായാലും ധരിക്കുക. ഓക്കെ, നമുക്ക് പതുക്കെ നോക്കിയിട്ടങ്ങ് വണ്ടി അങ്ങ് എടുക്കാം. ഫസ്റ്റ് ഗിയറിലിട്ടിരിക്കുകയാണ്, ജസ്റ്റ് പതുക്കെ മൂവിയിട്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഗിയറിൽ തന്നെ നല്ല പുള്ളിങ് ഇട്ടുണ്ട്. അത് എഞ്ചിൻ്റെ സൗണ്ട് കൂടി വന്ന് മാത്രമേ സെക്കൻഡിലേക്ക് മാറ്റി. സെക്കൻഡിലാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുണ്ട്. അയ്യോ, തേർഡിലെത്തി. തേർഡിലൊക്കെ നല്ല ടോർക്ക് കിട്ടാണ്, മാക്സിമം ടോർക്ക് കിട്ടുന്നുണ്ട് നമുക്ക്. നല്ല പുള്ളിങ്ങാണ്. വൈബ്രേഷൻ ഒന്നുമില്ല, ടാങ്കിലോ കാലിലൊന്നും നമുക്ക് തീരെ വൈബ്രേഷൻ കിട്ടുന്നു കേട്ടോ. കുറച്ചുകൂടി കയറ്റിയെടുക്കാം, പക്ഷേ ഇതോടെ ചെറിയൊരു ഹമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രണ്ട് ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്യുന്നുള്ളൂ. NS200ൻ്റെ ഫുൾ ഡീറ്റെയിൽ റിവ്യൂ, വാക്ക് അറൗണ്ട് റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡറാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകുന്ന NS160യുടെ ഫുൾ ഡീറ്റെയിൽ പുതിയ മോഡലിൻ്റെ റിവ്യൂസ് എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡറാണ്. ഞാൻ അപ്പോൾ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. കാണാത്ത ആൾക്കാർ എന്തായാലും ഒന്ന് എടുത്ത് കണ്ടേക്കോട്ടെ. വണ്ടിയുടെ ബാക്കി കാര്യങ്ങൾ, ഫുൾ വാക്ക് അറൗണ്ട് കാര്യങ്ങൾ, ടയർ, സസ്പെൻഷൻ, എഞ്ചിൻ്റെ എല്ലാ സ്പെക്കെല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ലിങ്ക് മുകളിലും താഴെ ഇട്ടേക്കാം. നല്ല പവർ എന്ന് പറഞ്ഞാൽ നല്ല പവർ നമുക്ക് ശരിക്കും ഓടിക്കുമ്പോൾ നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കരി വൈബ്രേഷൻ, കയ്യൊക്കെ കണ്ട കരി വൈബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പം PD ചെയ്ത് തീർക്കാത്ത വണ്ടിയായതുകൊണ്ടാണ് സ്പീഡോമീറ്റർ കണക്ട് ചെയ്യാത്തത്. ഡെലിവറി കൊടുക്കാനുള്ള വണ്ടിയാണ് കസ്റ്റമേഴ്സിന്. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ സ്പീഡും കറക്റ്റായിട്ട് കാണാം. ഇതിപ്പോൾ ഒരു ഹമ്പ് വരുന്നുണ്ട്. ആകെ ഫീൽ ചെയ്ത് ഒറ്റ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു പരിപാടിയാണ്, സൈഡ് തിരിക്കുന്നതിന്. ഫോർത്തിൽ തന്നെ ഏകദേശം ഒരു 70-80 മേളിൽ സിമ്പിളായിട്ട് പോകുന്നുണ്ട് വണ്ടി. 50 ഗിയറിന് ആവശ്യം വരുന്നില്ല, കാരണം സാധാരണ കണ്ടീഷനിൽ 50 ഗിയറിലേക്ക് വരാനൊരു നോക്കിങ് നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ ഇനിയൊരു ഗിയർ കൂടി ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് വരുമല്ലോ നമുക്ക്. മെയിനായിട്ട് ഷൈനൊക്കെ ഫുൾ ഓപ്ഷൻ ഓടിക്കുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ജെറ്റാണ് വണ്ടി, ഒരു രക്ഷയില്ല. പഴയ NS ആ PS3 അതിനേക്കാൾ നൈസായിരുന്നു വണ്ടി. ശബ്ദം കുറവാണ്, പക്ഷെ ആ എക്സോസിൻ്റെ പൊട്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ആ സൗണ്ട് കേട്ടിരുന്ന് വെറുതെ മതി മറന്ന് ഡ്രൈവ് ചെയ്യുക, ആസ്വദിക്കുക, എൻജോയ് ചെയ്ത് ഓടിക്കാന്ന് പറയില്ലേ, ആ ഒരു ഫീലാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോഴാണ് 50ലേക്ക് മാറ്റിയത്.
ചെറിയ ചെറിയ വഴികളാണ്, അതുകൊണ്ട് ഇടയ്ക്ക് വണ്ടി കയറും. അതാണ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്പീഡോമീറ്റർ കണക്കിയത് വലിയ ഇടങ്ങേറായി മാറിയേക്കണം. നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 35-40 പോകുന്നുള്ളൂ. അത് സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കണത്. സസ്പെൻഷനൊക്കെ പൊളി സസ്പെൻഷൻ, ചാട്ടൊന്നും അറിയണില്ല. ഞാൻ ഒരു ആരുടെക്കും വേണ്ടി പൊക്കമുള്ള ആളാണ്, അത്യാവശ്യം നടുവിനുള്ള ആളെന്ന് തന്നെ പറയാം. പക്ഷെ എനിക്ക് യാതൊരു ഫീലിംഗ് ഇല്ല. എത്ര വലിയ ചാട്ടം ചാടിയിട്ടും ഒരു കുഴപ്പമില്ല. വണ്ടി സ്മൂത്തായിട്ടാണ്, പക്ക പെർഫോമൻസ്. സസ്പെൻഷൻ്റെ കേസിൽ ഒന്നും നോക്കാനില്ല. മോണോഷോക്ക് ആയിക്കോട്ടെ, ഫ്രണ്ട് ടെലസ്കോപ്പിക് ആയിക്കോട്ടെ, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 20 സ്പീഡിലാണ് ഇപ്പോഴാണ് ഞാൻ ഡൗൺ ചെയ്തത്. ആണോ, 4ലിട്ടാണ് വലിപ്പിക്കണം, 15ലിട്ട്. ഏതെങ്കിലും വണ്ടി വലിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രാഫിക്കുള്ള റോഡിലൂടെ, ഇതിപ്പോൾ ഫ്രീ റോഡാണ്, ട്രാഫിക്കുള്ള റോഡിൽ ടോഗിളിങ് എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് ഓടിച്ച് നോക്കിയിട്ട് തിരിച്ചു വരാം. സംഗതി ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, ഇതിൽ സ്ലിപ്പർ ക്ലച്ച് ഉണ്ടോ എന്ന്. ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഞാനൊന്ന് തിരിച്ച് ചെന്നാൽ നമുക്ക് ടെക്നീഷ്യനോടൊന്ന് ചോദിച്ചു നോക്കാം. എന്താ പറയുക, വെബ്സൈറ്റിലും അതുപോലെ തന്നെ ബ്രോഷറിലൊന്നും സ്ലിപ്പർ ക്ലച്ചിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. ബ്രോഷറൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ തീർത്ത് വെച്ചൊക്കെയാണ്. ക്വിക്ക് ഷിഫ്റ്റർ ഓൾറെഡി ഉണ്ട്, കാരണം ഗിയർ ലിവറിനോട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ടെക്നീഷ്യനോട് ചോദിച്ചു നോക്കാൻ ചെന്നിട്ട് എന്താണെന്ന്. ാണ് ട്രാഫിക്കിൽ ഓടിക്കും, 50 ഗിയറിലിട്ടായി ഓടിച്ചോണ്ട് നടക്കണേ. ഒരു ചേഞ്ച് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ കൈ ഈ സമയം വരെ ഒന്നും ഏകദേശം ഒരു 50ലിട്ട് തന്നെ ഓടിച്ചോണ്ട് നടക്കണേ കേട്ടോ. സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്, 15, 18, 20 ആ റേഞ്ചിലാണ്. ഇനിയിപ്പം ഗിയർ ലോ ആക്കാതെ പറ്റൂല, കാരണം വെച്ചാൽ സ്റ്റോപ്പിൻ്റെ മാത്രമേ നമ്മൾ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോഴാണ് ഹൈ ഗിയർ കുറച്ചുകൂടെ. ഈ പവർഫുൾ എഞ്ചിൻ്റെ, ഇത്ര റിഫൈൻഡ് എഞ്ചിൻ്റെ ഒരു കേപ്പബിലിറ്റി ലോവർ ഗിയറിൽ, ഹയർ ഗിയറിൽ ഇത്ര ലോവർ RPM, അതായത് ലോവർ സ്പീഡിൽ നമുക്ക് ഓടിച്ച് നടക്കാൻ പറ്റുന്ന ഈ ഒരു പവർഫുൾ എഞ്ചിൻ്റെ ഒരു കേപ്പബിലിറ്റി തന്നെയാണത്. സാധാരണ രീതിയിൽ ഓവർടേക്കിംഗ് എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ഗിയർ ലോവർ ചെയ്തിട്ട് RPM കൈ കൊടുക്കുകയാണ് വിചാരിക്കുന്നത്. അതിലൊന്നും ആവശ്യമില്ല. കറണ്ട് ഏത് ഗിയറിലാണ് കിടക്കുന്നത് അതിൽ ജസ്റ്റ് ആക്സിലേഷൻ പിടിച്ചു കൊടുത്താൽ മതി. വണ്ടി വെറുതെ
പുഷ്പം പോലെ അല്ലെങ്കിൽ പൂക്കുറ്റി പോലെ കയറി പോകുമെന്ന് പറയുമല്ലോ, ആ ഒരു ഫീലാണ് നമുക്ക് ഓവർടേക്ക് ചെയ്യുമ്പോൾ കിട്ടുക. ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടാണ് ഡൗൺ ചെന്നിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ജസ്റ്റ് ആക്സിലേഷൻ തിരിച്ച് കൊടുത്ത് മാത്രം വണ്ടി വളരെ സിമ്പിളായിട്ട് കയറി പോവുകയും ചെയ്തു. 2024 ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ NS200 പെർഫോമൻസ് വൈസ് ആയാലും സസ്പെൻഷൻ, എൻജിൻ, ക്ലച്ച്, ഗിയർ ബോക്സ് എല്ലാം മച്ച് ബെറ്ററായിട്ട് റിഫൈൻഡ് മോഡലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. നിങ്ങൾ ഇതിന് മുന്നത്തെ മോഡൽ ഒരു 23-22 വണ്ടിയൊക്കെ ഓടിച്ച് നോക്കിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. വളരെ റിഫൈൻഡ് എൻജിൻ്റെ നോയ്സ് പാടെ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ എക്സോസിൻ്റെ നോട്ട് സെയിം ടു സെയിം തന്നെയാണ്. കുറച്ചുകൂടി ഒരു പഞ്ചിങ് സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു സൗണ്ട് നമുക്ക് എന്താ പറയുക, ആ ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ. ആദ്യത്തെ മോഡലൊക്കെ കുറച്ച് പൊട്ടിക്കൊരു ഹയർ സ്പീഡിലൊരു 100-120 എത്തുമ്പോൾ ഒരു പൊട്ടിക്ക് വൈബ്രേഷൻ നമുക്ക് ടാങ്കിനൊക്കെ കിട്ടുമായിരുന്നു നമ്മുടെ കാലുകളിൽ. ഇപ്പോൾ ഈ ഒരു മോഡൽ അത്ര ഇല്ലെന്ന് തന്നെ പറയാം. വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഏകദേശം 2 ലക്ഷത്തോളം രൂപയാണ് ഇപ്പോൾ ഓൺ റോഡ് ഈ മോഡൽ കോസ്റ്റ് വരുന്നത്. ഒരു 30,000 രൂപ, ഒരു 35 രൂപയ്ക്കുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡൗൺ പേയ്മെൻറ്റ് അടിച്ച് വണ്ടി ഇറക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയേണ്ടത് അവരുടെ കോൺടാക്ട് നമ്പർ, JK വിജയത്തിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് എടുത്തോളൂ. പിന്നെ അതുകൂടാതെ എക്സ്ചേഞ്ച് എല്ലാം അവൈലബിൾ ആണ്. ഇതുകൊണ്ട് നമുക്ക് എക്സ്ചേഞ്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു കോൺടാക്ട് നമ്പർ ആഡ് ചെയ്യാം, ഒന്ന് വിളിച്ച് ഡീറ്റെയിൽസ് എടുത്തോളൂ. ഓക്കെ, താങ്ക് യു.